ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് മീഷോ സാരിക്ക് ഒരു മേക്ക് ഓവർ കൊടുത്താലോ? കഴിഞ്ഞ പ്രാവശ്യം കോംബോ ഓഫറിൽ വാങ്ങിയ 2 സാരികൾ ഞാൻ കാണിച്ചിരുന്നില്ലേ? അതിൽ നിന്ന് ഈ ഒരു സാരിയെ ഞാൻ ഹാഫ് സാരിയാക്കി മാറ്റാൻ പോവുകയാണ്. ഇതിന്റെ ബ്ലൗസ് ഞാൻ ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. അതിന്റെ വീഡിയോ ഒക്കെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിന്റെ സ്കേർട്ടാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇപ്പം 5 മീറ്റർ സാരി ഉണ്ട്. നമുക്ക് ആദ്യം ഈ സാരിയുടെ ഈ പല്ലു പാട്ടങ്ങ് കട്ട് ചെയ്ത് കളയാം. ഈ ഭാഗം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ ഈ മുന്താണി നമുക്കങ്ങ് മാറ്റി വെക്കാം. ഇതിനെക്കൊണ്ട് ഇനി ആവശ്യമൊന്നുമില്ല, നമ്മൾ ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സാരി 4ആയിട്ട് മടക്കി കൊടുത്ത് ലെങ്ത്ത് മാർക്ക് ചെയ്യാം. നമ്മൾ സാരി ഇവിടെ മടക്കി ഇട്ടിട്ടുണ്ട്. ഇത് ജസ്റ്റ് ലെങ്ത്ത് മാർക്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കല്ലേ. അപ്പോൾ പിന്നെ ഇത്ര ഫോൾഡ് ചെയ്യണമെന്നൊന്നുമില്ല. 38 ഇഞ്ച് എടുക്കാം. 38 ഇഞ്ചാണ്. അതിൻ്റെ അകത്ത് ഇപ്പം 2 ഇഞ്ച് നമുക്ക് ബാൻഡിന് പോകും. അപ്പോൾ 36 ഇഞ്ച്. 36ൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ തയ്യൽ തുമ്പ് കൂടി മേലെ മാത്രമേ ഉള്ളൂ. താഴെ ബോർഡർ ഉള്ളത് കൊണ്ട് മടക്കി അടിക്കാനൊന്നുമില്ല. അതുകൊണ്ട് മുകളിലും 1/2 ഇഞ്ച് സീം അലവൻസ് പോകുന്നേ ഉള്ളൂ. അപ്പം നമുക്ക് 36.5 നമുക്ക് മാർക്ക് ചെയ്യാം. ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. ഇതിൽ 1/2 ഇഞ്ച് മാത്രമേ തയ്യൽ തുമ്പ് കൊടുത്തിട്ടുള്ളൂ. പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാൻ അവിടെ ബാൻഡിന് ജോയിൻ ചെയ്യുമ്പം ഒരു 1/2 ഇഞ്ച് 37 ഇഞ്ചിൽ നമുക്ക് മാർക്ക് ചെയ്യാം. കാരണം എന്താ വെച്ചാൽ ഈ സാരി വല്ലാണ്ട് നൂല് വലിയുന്ന ടൈപ്പാണ്. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴത്തേക്ക് എന്തായാലും ഇവിടുന്ന് ഒരു 1/2 ഇഞ്ച് നൂല് വലിഞ്ഞിട്ട് തന്നെ പോകും. അതുകൊണ്ട് മാത്രമാണ് ഒരു 1/2 ഇഞ്ച് ഞാൻ എക്സ്ട്രാ ഇട്ട് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഇട്ട് കൊടുക്കൂലായിരുന്നു. സ്കേർട്ടിന് ലെങ്ത് കുറഞ്ഞു പോകണ്ട എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. കാരണം ഇത് അങ്ങനത്തെ ഒരു സാരിയാണ്. ഇത് വല്ലാണ്ട് ഇത് കാണില്ല, നൂല് വിരിഞ്ഞ് പോകുന്ന ടൈപ്പാണ്. അപ്പം നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്കിപ്പോൾ പ്ലീറ്റ്സ് എല്ലാം ഇട്ട് കൊടുക്കാനാകുമ്പോഴത്തേക്കന്നെ ഇത് വലിഞ്ഞ് പോകും. അപ്പം അങ്ങനെ പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു 1/2 ഇഞ്ച് ഞാൻ എക്സ്ട്രാ ഇട്ട് കൊടുത്തു എന്നേ ഉള്ളൂ. നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങളെ പിന്നെ ഫുൾ പാവാടിൻ്റെ ഫുൾ ലെങ്ത്തിന് 2 ഇഞ്ച് ബാൻഡിൻ്റെ വിട്ട് കുറച്ചിട്ട് ഒരു 1/2 ഇഞ്ച് താഴെ മടക്കി അടിക്കേണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഒരു 1/2 ഇഞ്ച്, മടക്കി അടിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഇഞ്ച് എക്സ്ട്രാ കൊടുത്തിട്ട് മാർക്ക് ചെയ്ത് ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിൽ നിന്ന് നമുക്ക് ബാൻഡ് കട്ട് ചെയ്തെടുക്കാം. അത് പിന്നെ കട്ട് ചെയ്യാം. ഇപ്പം നമുക്ക് പ്ലീറ്റ്സ് ഇടുന്നത് മാർക്ക് ചെയ്ത് വെക്കാം. പ്ലീറ്റ്സ് മാർക്ക് ചെയ്യാൻ നിർത്തിയിട്ട് കൊടുക്കാം. നിർത്തിയിട്ടിട്ട് തന്നെ നമുക്ക് മാർക്ക് ചെയ്യാം. ആദ്യം നമുക്ക് ഈ ബോർഡറിൻ്റെ അവിടെ നിന്ന് കോർണർ സൈഡിൽ നിന്ന് 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു 4 ഇഞ്ച്, അത് കഴിഞ്ഞിട്ട് 1 ഇഞ്ച്, അത് കഴിഞ്ഞിട്ട് പിന്നെ 4 ഇഞ്ച്, പിന്നെ 1 ഇഞ്ച്, 4 ഇഞ്ച്, 1 ഇഞ്ച്, 4 ഇഞ്ച്, ഇങ്ങനെ ഫുള്ളായിട്ട് മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് നമുക്ക് ഒരു 4 ഇഞ്ച് ബാക്കി വന്നിട്ടുണ്ട്. അത് പിന്നെ അവിടെ മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ആദ്യം കോർണറിലോട്ട് കണക്കാം 3 ഇഞ്ച് ഇവിടെയും വിടേണ്ടതാണ്. അതൊരു ഇഞ്ച് എക്സ്ട്രാ വന്നേ ഉള്ളൂ. ഇനി നമുക്ക് പ്ലീറ്റ്സ് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലുള്ള പിന്ന് വെച്ചിട്ട് നമുക്ക് ആദ്യം കുത്തി കൊടുക്കാം. അപ്പം ഈ 4 ഇഞ്ച് വരുന്നത് മാർക്കിങ് വരുന്നത് ഇതുപോലെ മുകളിലേക്ക് വെക്കുക. എന്നിട്ട് അവിടെ ഒരു പിന്നോട്ടി കൊടുക്കാം. പിന്നെ അടുത്ത 4 ഇഞ്ചിന്റെ പോയിന്റ് ഈ 1 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ അതിലേക്ക് വെച്ച് കൊടുക്കുക. വെച്ച് കൊടുക്കുക.
ഇതുപോലെ വെച്ച് കൊടുക്കണ്ടേ. ഈ 4 ഇഞ്ച് വരുന്ന ഭാഗം ഇത് 1 ഇഞ്ച് വരുന്ന മാർക്കിങ്ങിലേക്ക് കയറ്റി വെച്ചു കൊടുക്കാം. നമുക്കിത് താഴേക്കും കൂടി അറേഞ്ച് ചെയ്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ ഈ സാരി നിൽക്കൂല. ഫുൾ അറേഞ്ച് ചെയ്തിട്ട് കാണിക്കാം. വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കാം. സ്റ്റിച്ച് കൊടുത്തിട്ട് നല്ല നീറ്റായിട്ട് വെച്ച് ഒന്ന് അയൺ ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ എന്താ മുകളിൽ ഒരു സ്റ്റിച്ചൊക്കെ കൊടുത്ത് നല്ലോണം പ്രസ് ചെയ്തിട്ട് അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ലൈനിങ് ഫിറ്റ് ആക്കി കൊടുക്കാം. ഇപ്പോൾ ലൈനിങ് വെക്കാനായിട്ട് ഞാൻ 2.5 മീറ്റർ ക്രീപ്പാണ് ഫാബ്രിക് എടുത്തിട്ടുള്ളത്. അത് ഞാൻ 4ആയിട്ട് മടക്കി ഇട്ടിട്ടുണ്ട്. ഇതും നമ്മൾ പ്ലീറ്റ് ഇട്ടിട്ടാണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് ലെങ്ത് മാത്രമേ മാർക്ക് ചെയ്യുന്നുള്ളൂ. ലെങ്ത് ഞാനിവിടെ മെയിൻ ഫാബ്രിക്കിൽ നമ്മൾ എടുത്തിട്ടുള്ള ലെങ്തിനെക്കാട്ടിലും ഒരു 3-4 ഇഞ്ച് കുറച്ചിട്ടാണ് ഞാൻ എടുക്കുന്നത്. ഇനി നമുക്ക് മുകളിൽ വെക്കാനുള്ള ബാൻഡ് കട്ട് ചെയ്യാം. അത് ഞാൻ മുന്താണി കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടില്ല, അതിൽ നിന്നാണ് എടുക്കുന്നത്. വേസ്റ്റ് റൗണ്ട് വരുന്നത് 31 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂട്ടിയിട്ട് ബാൻഡ് കട്ട് ചെയ്ത് വെക്കാം. നമ്മൾ 2 ഇഞ്ച് വീതിയുള്ള ബാൻഡാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡബിള് 4 ഇഞ്ച് വരും. പിന്നെ അതിൻ്റെ കൂടെ തയ്യൽ തുമ്പും കൂട്ടി ഒരു 5 ഇഞ്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി കട്ട് ചെയ്ത് വെച്ച ലൈനിങ് നമുക്ക് മോശം വശത്ത് വെച്ച് പ്ലീറ്റ്സ് ഇട്ടിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. പ്ലീറ്റ്സ് ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ സൈഡ് ഭാഗം 2 വശത്തും ഒരു 7 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് മടക്കി തയ്ച്ചു കൊടുക്കാം. ഇനി നമുക്ക് സൈഡ് ജോയിൻ ചെയ്ത് കൊടുക്കാം. ലൈനിങ് സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് ജോയിൻ ചെയ്യുന്നത്. അതേപോലെ നമ്മൾ നല്ല തുണിയും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ജോയിൻ ചെയ്തെടുക്കുക. ഇങ്ങനെ അടിക്കുമ്പോൾ ആദ്യം നമ്മൾ നല്ല തുണിയാണ് സൈഡ് കൂട്ടിയടിച്ച് കൊടുക്കേണ്ടത്. നമ്മൾ അളവിനനുസരിച്ചിട്ട് എത്രയാണോ തയ്യൽ തുമ്പ് വിടാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അത്ര തയ്യൽ തുമ്പ് വിട്ടിട്ട് അടിച്ചു കൊടുക്കുക. അതിന് ശേഷം ലൈനിങ് അടിച്ചു കൊടുക്കുക വേണ്ടത്. ഇങ്ങനെ അടിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിനി വേസ്റ്റ് വിഡ്ത്തിനനുസരിച്ചിട്ട് പ്ലീറ്റ്സ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ടാപ്പ് മടക്കി വെച്ചിട്ട് നമ്മൾ പ്ലീറ്റ്സ് ഇട്ടത് കറക്റ്റ് ആണെന്ന് നോക്കുക. എക്സ്ട്രാ ഉണ്ടെങ്കിൽ അത് നമുക്കൊരു വലിയ പ്ലീറ്റ് ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് ബാൻഡ് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അടിച്ചു കൊടുക്കാനുള്ള എളുപ്പത്തിനായിട്ട് ബാൻഡ് ഞാനിങ്ങനെ സെൻറ്ററിലേക്കൂടെ ഫോൾഡ് ചെയ്തിട്ട് നല്ല വൃത്തിക്ക് അയൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു 1/2 ഇഞ്ച് ഉള്ളിലേക്കാക്കിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്താൽ എങ്ങനെയാണ് വരികയെന്ന് വെച്ചാൽ അതേപോലെ 1/2 ഇഞ്ച് ഉള്ളിലേക്കാക്കിയിട്ട് പ്രസ് ചെയ്ത് അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാകുമ്പോൾ നമുക്ക് പിന്നെ രണ്ട് പ്രാവശ്യം തയ്ക്കുന്നത് ഒഴിവാക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ അടിച്ചു വെച്ച പ്ലീറ്റ്സ് കയറ്റി വെച്ചിട്ട് ഒറ്റയടി തന്നെ അടിച്ച് കൊടുത്താൽ മതി. അപ്പം നമ്മുടെ പാവാടയുടെ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബാൻഡിൽ ഒരു ഹുക്കും മയ്യും കൂടി ഫിക്സ് ചെയ്ത് കൊടുത്താൽ മതി.
ഇനി ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു ദുപ്പട്ട സ്കാലപ്പ് ചെയ്തിട്ട് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതും കൂടി ആയാലും നമ്മളെ ഹാഫ് സാരി ഫുള്ളാവും. അത് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.